24 അധ്യായം. അഗസ്ത്യൻ പറഞ്ഞു, അനന്തരം നീലൻ നദിയിൽ നിന്നും കയറി കണിശൻ പറിച്ചുകൊടുത്ത നല്ല ഫലങ്ങളെ ഭക്ഷിച്ചു. ക്ഷീണമെല്ലാം തീർന്ന് സന്തുഷ്ടനായും തൃപ്തനായും ഭവിച്ചു. അവൻ സുവർണമുഖി തീരത്തിലുള്ള ആകാശം തൊട്ടു നിൽക്കുന്ന വൃക്ഷങ്ങളെ നോക്കിക്കൊണ്ട് വില്ലും ശരവും ധരിച്ചു നടന്നു. അനന്തരം ആ പർവ്വതത്തിന്റെ മുകളിൽ കാളഹസ്തീശന്റെ സേവയാൽ സന്തുഷ്ടമാനസന്മാരായ അപ്സരസ്സുകളുടെ സംഭ്രമ ശബ്ദമുണ്ടായി. അപ്സര സ്ത്രീകളുടെ ഭൂഷണ ശബ്ദത്തോട് ഇടചേർന്ന വേണുസ്വനത്താൽ വിചിത്രമായും മേഘം പോലെയുള്ള മദ്ദളധ്വനിയാൽ മയിലുകൾക്ക് കൗതുകപ്രദമായും കാളഹസ്തീശന്റെ ഭൂഷണങ്ങളാകുന്ന സർപ്പശ്രേഷ്ഠന്മാരാൽ അനുമോദിക്കപ്പെട്ടതായും ഉള്ള അപ്സരസുകളുടെ സംഗീത കോലാഹലം സകല ദിക്കുകളിലും വ്യാപിച്ച് ആ സംഗീതധ്വനിയിൽ ആകൃഷ്ടചിത്തനായി നീലൻ കണിശനോട് പറഞ്ഞു, എന്റെ ക്ഷീണമെല്ലാം തീർന്നു, വിശപ്പും ദാഹവും ശമിച്ചു. സ്വർണമുഖി നദിയിൽ സ്നാനം ചെയ്തതുകൊണ്ട് ഞാൻ പരിശുദ്ധനായി സകല ഭാരത്തെയും ഒഴിച്ചതുപോലെ എന്റെ മനസ്സ് പ്രസന്നമായിരിക്കും. അമൃതതുല്യങ്ങളായ ശബ്ദങ്ങൾ കേൾക്കുന്നുവല്ലോ, ഇതെന്താണ്? സ്വർഗലോകം കീഴ്പോട്ടിറങ്ങിയതുപോലെ പർവ്വത ശിഖരത്തിൽ കാണുന്നില്ലേ? അത് കേട്ട് കണിശൻ പറഞ്ഞു, നിന്റെ അച്ഛൻ പണ്ട് എന്നോടുകൂടി നായാട്ടിന് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ പർവ്വത ശിഖരത്തിൽ ഒരു ദിവ്യ ദേവതയുണ്ട്. ആ ദേവതയെ ദേവകൾ വന്നിട്ടാണ് പൂജിക്കുന്നതെന്ന് വലിയ ജനശ്രുതിയുണ്ട്. ആ ദേവതയുടെ സേവയ്ക്ക് പോകുന്നവർക്ക് കയറിപ്പോകാനുള്ള വഴിയാണ് ഇതാ കാണുന്നത്. ഒരു കാൽ വെക്കുവാൻ മാത്രമേ സ്ഥലമുള്ളൂ. തേനീച്ചകളുടെ ശബ്ദത്തെ അനുസരിക്കുന്ന ധ്വനിയാണ് കേൾക്കുന്നത്. ഹേ സഖേ, നിനക്ക് ആ ദേവതയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടേക്ക് പോവുക. അത് കേട്ട് നീലൻ അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ചു. കണിശനോടുകൂടെ ബന്ധപ്പെട്ട് യോഗീന്ദ്രൻ നിയമാദികളാൽ പതുക്കെ പതുക്കെ സമാധിയെ ആരോഹണം ചെയ്യുന്ന പോലെ ചെറിയ കൽപ്പടികൾ വഴി പർവ്വത ശിഖരത്തിലേക്ക് കയറി വഴിയുടെ രണ്ടു ഭാഗത്തും നിൽക്കുന്ന മുകളിൽ നിന്നും വീഴുന്ന മുത്തുകൾ ഉറച്ചു കിടക്കുന്നതായ കൽപ്പടികളിൽ കൂടി കയറി നീല നിറത്തിലുള്ള ആനക്കുട്ടികളെന്ന പോലെ മേഘങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പർവ്വതത്തിന്റെ ഊർധ്വഭൂമിയിൽ എത്തി. ആ പർവ്വത ശിഖരത്തിൽ ഉത്തമമായ വൃക്ഷവനത്തെ കണ്ടു. കൃതമാല വനത്തോട് ചേർന്നതായ ഉത്തമ വില്ലുവൃക്ഷത്തെയും കണ്ടു. നീലൻ ആ വില്ലുവൃക്ഷത്തെ നോക്കി നടക്കുമ്പോൾ 4 ഭാഗത്തും ഒട്ടും ക്രോധമില്ലാത്തവകളായ അനവധി സർപ്പങ്ങളെ കണ്ടു. മുനി ശിവപ്രസാദത്താൽ സംസാരമാർഗത്തിന്റെ അവസാനത്തെ പ്രാപിക്കുന്നത് പോലെ നീലൻ നടക്കുന്ന വഴിയുടെ അവസാനത്തെ പ്രാപിച്ചു. അവൻ ഓരോരടി വയ്ക്കുമ്പോൾ കോടി ജന്മങ്ങളാൽ ആർജിതമായ പാപങ്ങളെല്ലാം നശിച്ചുപോയി. അതിനാൽ അവന്റെ മനസ്സ് ഏറ്റവും നിർമ്മലമായി ഭവിച്ചു. അനന്തരം നീലൻ തവളയുടെ നേരെ ഊതിക്കൊണ്ടു പടമുയർത്തി സർപ്പത്തിന്റെ പടം പോലെ ഇരിക്കുന്നതായും കിഴക്കോട്ട് നോക്കിയിരിക്കുന്നതുമായ ഭക്തനാൽ പൂജിക്കപ്പെട്ട പുഷ്പമാല്യങ്ങളാൽ മനോജ്ഞമായും കോടി സൂര്യതുല്യ പ്രകാശമായും കോടി ചന്ദ്രതുല്യ ശീതളമായും ഒരിക്കൽ കാണുന്നത് കൊണ്ടുതന്നെ സർവപാപഹരമായും സന്നിധിയിങ്കൽ മുനികളാൽ വയ്ക്കപ്പെട്ടതായ കറുക, പുഷ്പം, എള്ള്, അക്ഷത ഇവകളോട് കൂടിയതായും ഗണ്ഡസ്ഥലത്തിൽ പറ്റിയ മത്തഗജങ്ങളുടെ മതജലത്താൽ വാസിതമായും പുറ്റുകളിലുള്ള സർപ്പങ്ങളുടെ ശിരോരത്നങ്ങളാവുന്ന ദീപപ്രഭയാൽ പ്രകാശിതമായ ദിക്കുകളോടുകൂടിയതായും ദിവ്യവസ്ത്രത്താൽ എന്ന പോലെ ശോഭിക്കുന്ന സർപ്പവളകളാൽ ചുറ്റപ്പെട്ടതായും കസ്തൂരി മൃഗസ്പർശത്താൽ കസ്തൂരി ഗന്ധത്തോടുകൂടിയതായും കാലമൃത്യു നിവാരണമായും കാളഹസ്തീശ്വരൻ നിന്ന് പ്രസിദ്ധമായും ഇരിക്കുന്ന ദിവ്യമായ മഹേശ്വര ലിംഗത്തെ കണ്ടു. നീലൻ അത് കണ്ടിട്ട് യോഗിയായവൻ അന്തർഭാഗത്തുള്ള ജ്യോതിസിനെ കണ്ട് സന്തോഷിക്കുന്നത് പോലെ അത്യന്തം സന്തോഷിച്ചു. വേഗം ഭൂമിയിൽ വീണ് നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്തു. ഹേ സ്വാമി, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തൊഴുതു നിന്നു. അവന് ദേഹമെല്ലാം രോമാഞ്ചമുണ്ടായി. ആനന്ദബാഷ്പവും കലശലായുണ്ടായി. സംസാരഭയനാശിനിയായ ഉത്തമ ഭക്തിയും അവനുണ്ടായി. ആ മഹേശ്വരലിംഗത്തെ ഏകാഗ്രചിത്തനായി നോക്കിക്കൊണ്ടു നിൽക്കുന്ന നീലന്റെ മറ്റുള്ള എല്ലാ ഇന്ദ്രിയവൃത്തികളും നേത്രങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്തു. അങ്ങനെ നോക്കിക്കൊണ്ടു നിൽക്കുന്ന നീലന് ആ മഹേശ്വരലിംഗം പണ്ടു കണ്ടിട്ടില്ലാത്തതിനാലും അതിരമണീയമായതുകൊണ്ടും പുതിയതായി തോന്നി. അതുകൊണ്ട് നീലൻ തന്റെ ജാതിയെയും മറന്ന് അത്യാദരവോടെ ആ മഹേശ്വരലിംഗത്തെ സേവിച്ചു.
അവൻ ദാഹം കൊണ്ട് ആർത്തനായവൻ ജലത്തെ നക്കുന്നതുപോലെയും പാനം ചെയ്യുന്നത് പോലെയും ആശ്ലേഷിച്ചും ഘ്രാണിച്ചും എന്തോ കേൾക്കുന്നത് പോലെയും തന്റെ വശത്തിൽ വരുത്തുവാൻ കൈകളെ കൊണ്ട് മഹേശ്വരനെ എടുക്കുന്നത് പോലെയും അനേക സംഭ്രമങ്ങളെ ചെയ്ത് ആ മഹേശ്വര ലിംഗത്തെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന നീലന്റെ മനോവൃത്തി വളരെ കാലം കാണാതിരുന്ന് മടങ്ങി വന്നവനായ പ്രിയനായ ജാരസ്ത്രീയുടെ മനോവൃത്തി എന്നതുപോലെ ദൃഢമായി സ്ഥിതി ചെയ്തു. ഞാൻ ഇത്രകാലം ഈ ദേവനെ സേവിക്കാതെ കഴിച്ചുവല്ലോ, അത് കഷ്ടം തന്നെ. വെറുതെ തന്നെ ഞാൻ ആയുസ്സിനെ കളഞ്ഞു. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ഈ ദേവന്റെ സന്നിധിയിൽ നിന്ന് പിരിയുകയില്ല. ഇനിയെങ്കിലും ഈ കാളഹസ്തീശ്വരനെ സേവിച്ച് കൃതാർത്ഥനാവാം. ഇങ്ങനെ നിശ്ചയിച്ച് നീലകണ്ഠൻ കണിശനോട് പറഞ്ഞു, ഹേ സഖേ, ഈ ദേവന്റെ ശിരസിൽ വാടിയ പുഷ്പങ്ങളെ ഇട്ടിരിക്കുന്നതാരാണ്? ഈ കാട്ടുപൂക്കളെല്ലാം ദേവന്റെ ശിരസിൽ എങ്ങനെ വീഴും? ഞാൻ ഇതെല്ലാം എടുത്തു കളഞ്ഞ് പുതിയതായ നല്ല കൊന്നപ്പൂക്കളെ കൊണ്ട് മാലയുണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെ നീലൻ പറഞ്ഞത് കേട്ട് കണിശൻ പറഞ്ഞു, ഞാൻ നിന്റെ അച്ഛന്റെ കൂടെ നായാട്ടിന് വന്നപ്പോൾ ഒരാൾ ഇവിടെ വരുന്നത് കണ്ടിട്ടുണ്ട്. അവന് ഒരു പിടി കുടുമയുണ്ട്. അത് ശിരോമധ്യത്തിൽ കെട്ടിവെച്ചിരിക്കുന്നു. മൂന്ന് ചരടുകൾ ഇടത്തെ ചുമലിൽ ഇട്ടിട്ടുണ്ട്. അവൻ ദിവസവും വന്ന് സ്വർണമുഖി നദിയിൽ കുളിച്ച് ഒരു കുടം ജലം കൊണ്ടുവന്ന് ഈ ദേവതയുടെ തലയിൽ ഒഴിക്കും. പുതിയ വില്ലുപത്രങ്ങളെയും കൊന്നപ്പൂക്കളെയും മറ്റും തലയിലും കാലിലും ഇടുകയും എന്തോ ചിലത് പതുക്കെ പറയുകയും ചെയ്തു. വലുതായ ഒരു ചോറുരുളയെ വലത്തെ കൈകൊണ്ട് കാണിച്ച് അതിനെ എടുത്തുകൊണ്ട് ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്യും. അവൻ മാത്രമേ കൈകൊണ്ട് തൊടുകയോ വെള്ളം തളിക്കുകയോ ചെയ്യുകയുള്ളൂ. അന്യന്മാർ ചെയ്താൽ ഈ ദേവത സഹിക്കുകയില്ല. ഇത് വളരെ ശക്തിയുള്ളതാണ്. നമ്മുടെ നിഴൽ കൂടി ഇതിന് തട്ടരുത്. അതുകൊണ്ട് നീ ദൂരെ വരിക. ഞങ്ങളുടെ രാജാവിന് നീ ഒരു പുത്രനേ ഉള്ളൂ. ഇങ്ങനെ കണിശൻ പറഞ്ഞത് കേട്ട് നീലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കാട്ടാളന്മാരായ നമ്മളുടെ കുലദൈവമാണല്ലോ. പർവ്വതത്തിലും കാട്ടിലും വസിക്കുന്നത് കണ്ടില്ലേ? അതിനാൽ നമ്മളുടെ ദൈവമാണ്. നീ എന്റെ സുഹൃത്തായതുപോലെ ഈ ദൈവത്തിനെയും 2-3 ദിവസം കൊണ്ട് ഞാൻ അതിപ്രിയനാക്കാം. നീ കണ്ടോ, ഭക്തി കൊണ്ട് എന്താണ് സാധിക്കാത്തത്? സ്വർണമുഖി ജലം സുലഭമാണ്, പുഷ്പങ്ങളും സുലഭമാണ്, മൃഗമാംസങ്ങളും ധാരാളമുണ്ട്. ഈ ദേവനെ പൂജിക്കുവാൻ എന്തു പ്രയാസമാണ്? ദേവന്റെ പ്രസാദനത്തിന് ജന്മകർമ്മങ്ങളല്ല കാരണം, ഭക്തി തന്നെയാണ് കാരണം. ഞാൻ ജാതി കൊണ്ട് ഹീനനാണെങ്കിലും ആ ദേവന്റെ പ്രിയനാണ്. എന്റെ മനസ്സ് ഇവിടെ രമിക്കുന്നത് പോലെ എന്റെ അച്ഛന്റെ വീട്ടിൽ രമിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആനന്ദഭരിതനായി ഇവിടെ വസിക്കാം. ഇങ്ങനെ പറഞ്ഞ് നീലൻ മഹേശ്വരന്റെ സന്നിധിയിൽ ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഹേ ദേവ, ഭവാൻ എല്ലാ ലോകങ്ങൾക്കും പ്രഭുവാണല്ലോ. എന്തിനാണ് ഈ പർവ്വതാഗ്രത്തിൽ വസിക്കുന്നത്? ഞങ്ങളുടെ ജാതിക്കാരാണ് പരിജനം എങ്കിൽ ഇവിടെ ഒരുത്തനെയും കാണുന്നില്ല. ഞാൻ തന്നെ ഭവാന് സഹായമായി രാവും പകലും ഇരിക്കാം. എന്റെ അപരാധത്തെ ക്ഷമിക്കുക, എന്നെ ദാസനായി സ്വീകരിക്കുക. ഞാൻ ഭവാനെ വന്ദിക്കുക മാത്രം ചെയ്യുന്നു. എന്നിൽ പ്രസാദിക്കുക. ഇങ്ങനെ നീലൻ മഹേശ്വരങ്കൽ ആത്മാവിനെ അർപ്പണം ചെയ്ത് മഹേശ്വരനെ പൂജിക്കാനുള്ള ഉദ്യമങ്ങളെ ചെയ്തു. ശിവലിംഗത്തിന്റെ 4 ഭാഗവും ശരങ്ങളാൽ പുല്ലുകളെയും ചെടികളെയും മറ്റും കളഞ്ഞു വെടിപ്പാക്കി. ഭക്തി കൊണ്ട് തന്റെ ദുരിതങ്ങളെയും ദൂരത്താക്കി. നായാട്ട് ചെയ്ത് വളരെ മൃഗങ്ങളെ കൊണ്ടുവന്ന് നീലൻ വലുതായ ചിന്തയിൽ അകപ്പെട്ടു. നദീജലം വളരെ ദൂരത്താണ്, പുഷ്പങ്ങളും അടുത്തില്ല, കുടം മുതലായ സാധനങ്ങൾ ഒന്നും എനിക്കില്ല. ഞാൻ എങ്ങനെയാണ് ദേവനെ പൂജിക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നീലന് ഒരു ബുദ്ധി തോന്നി. അങ്ങനെ തന്നെയെന്ന് നിശ്ചയിച്ച് ആ മഹാത്മാവ് ചെയ്ത കർമ്മം അന്യന്മാരാൽ അസാധ്യമാണ്. ഹേ മുനികളെ, ആ ഭക്തിസാഹസത്തെ നിങ്ങൾ കേൾക്കുവിൻ. അവൻ മഹേശ്വരന് അഭിഷേകജലം എടുക്കുവാനുള്ള കുടമായി തന്റെ മുഖത്തെ നിശ്ചയിച്ചു. ചെരുപ്പിട്ട കാൽ കൊണ്ട് മഹേശ്വരന്റെ ശിരസിലുള്ള നിർമ്മാല്യത്തെ തട്ടിക്കളയുവാൻ നിശ്ചയിച്ചു. ദൂരത്തിൽ നിന്നും പുഷ്പങ്ങളെ കൊണ്ടുവരുവാനുള്ള പൂക്കൊട്ട തന്റെ കേശഭാരമാക്കി. നിവേദ്യപത്രം തന്റെ വലത്തെ കൈയാക്കി. അനന്തരം നീലൻ മാംസങ്ങളെ എടുത്ത് അഗ്നിയിൽ പാകം ചെയ്ത് ശരം കൊണ്ടെടുത്ത് ഊതി തണുപ്പിച്ച്, ഇത് ദേവന് ഭക്ഷിപ്പാൻ നന്നായിരിക്കുമോ, ഇത് സ്വാദായിരിക്കുമോ എന്ന് പരീക്ഷിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ദ്രോഹമായിരിക്കും എന്ന് വിചാരിച്ച് പല്ലുകൊണ്ട് കടിച്ച് നാവ് കൊണ്ട് രുചി നോക്കി സ്വാദുള്ള മാംസമെടുത്ത് തേൻ ചേർത്ത് മലവാഴയുടെ ഇലയിൽ പൊതിഞ്ഞ് സ്വർണമുഖി നദിയിൽ കുളിച്ച് തലയിൽ പുഷ്പങ്ങളെ അറുത്തുവെച്ച് വായിൽ നദീജലവും നിറച്ച്
ഇടത്തെ കൈകൊണ്ട് വില്ലും ശരവുമെടുത്ത് വലത്തെ കൈയിൽ മാംസപ്പൊതിയുമെടുത്ത് ബന്ധപ്പെട്ട് കാളഹസ്തീശ്വരൻ ഇരിക്കുന്നിടത്തേക്ക് പോയി. ചെരുപ്പിട്ട കാലിനാൽ ഒട്ടും ശങ്ക കൂടാതെ ഭക്തിയാൽ മഹേശ്വരലിംഗത്തിൽ കിടക്കുന്ന നിർമാല്യങ്ങളെ തള്ളിക്കളഞ്ഞു എന്ന് സ്കന്ദോപപുരാണത്തിൽ 24-ാം അധ്യായം.